ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കക്കയിറച്ചി ഫ്രൈ ആണ്. ഈ ഇരിക്കുന്ന കക്കയിറച്ചി ഞാൻ നന്നായിട്ട് ഇതിൻ്റെ അകത്തെ വേസ്റ്റ് എല്ലാം കളഞ്ഞ് കഴുകി എല്ലാം വൃത്തിയാക്കിയെല്ലാം വെച്ചിരിക്കുന്ന. അപ്പോൾ ഇതിലോട്ട് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നമ്മളിത് ഫസ്റ്റ് വേവിച്ചെടുക്കുക. ഇതിൻ്റെ അകത്തെ വേസ്റ്റ് എല്ലാം കളഞ്ഞിട്ട് നമ്മൾ കഴുകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 വട്ടം പച്ചവെള്ളത്തിൽ തന്നെ ഒന്ന് കഴുകി ഒലച്ചെടുക്കുക. അതിനുശേഷം നന്നായിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ ഇട്ട് ഒന്നുകൂടെ കഴുകി ഒന്ന് ഒലച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് കിട്ടും. ഇതിപ്പോൾ ഇതിനകത്ത് തിളച്ച് വന്നിട്ടുണ്ട്. മമ്മി കുറച്ച് മസാലപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. ഞങ്ങളുടെ ഇവിടെ ഇതിന് നല്ല റേറ്റാണ്. 1 കിലോയ്ക്ക് 240 രൂപ വരും. അപ്പം ഇത് അര കിലോ മൊത്തത്തോടെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിനെയും വറക്കാനുള്ള സാധനങ്ങളാണ് തേങ്ങാക്കൊത്തും ചെറിയുള്ളി സവാളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും. ഇത്രയും സാധനങ്ങളൊക്കെ ഇട്ട് വഴറ്റിയിട്ട് വേണം നമ്മളിതിനെയും വറക്കാനായിട്ട്. ഇതിപ്പം വെന്ത് വന്നിട്ടുണ്ട്. ഇനിയാണ് ഇതിൻ്റെ മെയിൻ പ്രോസസ്സ്. നമ്മളിത് വറക്കാനായിട്ട് പോവാം. അപ്പം വേറൊരു ചീനച്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ച് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും കടുകും പിന്നെ വറ്റൽമുളകും കൂടെ ഇടുകയാണ്. തേങ്ങാക്കൊത്ത് ആദ്യം ഒന്ന് മൂത്തതിന് ശേഷം മാത്രം നമ്മൾ കടുകും വറ്റൽമുളകും എല്ലാം ഇട്ടാൽ മതി. പിന്നെ ഇതാ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ചതച്ചതാണ്. ഇത് ഞാൻ തിരുവല്ലേ കണ്ടപ്പോൾ വാങ്ങിച്ചതാണ്. വൈകുന്നേരമൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കക്കയിറച്ചിയൊക്കെ കിട്ടും. ഞങ്ങളുടെ ഇവിടോട്ടൊന്നും അധികം കിട്ടാറില്ല. പിന്നെ ആലപ്പുഴ ഭാഗത്തോട്ടൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഇത് നല്ല റേറ്റ് കുറവായിരിക്കും. ഇതിലോട്ട് ഇനിയും നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർക്കുകയാണ്. പിന്നെ കൊച്ചുള്ളിയാണെന്നുണ്ടെങ്കിൽ 2 പീസായിട്ട് നമ്മൾ അരിഞ്ഞിടുകയാണ്. നമ്മൾ ബീഫിനൊക്കെ കൊച്ചുള്ളി ഇടത്തില്ലേ, അതുപോലെ അരിഞ്ഞിടുക. പിന്നെ സവാള നമ്മൾ ചിക്കനൊക്കെ അരിയുന്ന പോലെ തന്നെ അരിഞ്ഞിട്ടാൽ മതി. അതിനെയും നന്നായിട്ടൊന്ന് വഴറ്റി കിട്ടണം. ഞങ്ങൾക്ക് ഈ പ്രാവശ്യം കിട്ടിയത് ചെറിയ കക്കയാണ്, തീരപ്പൊടിയാണ്. അപ്പം ഇത് വൃത്തിയാക്കാനൊക്കെ ഭയങ്കര പാടല്ലേ. അതുകൊണ്ട് ഞങ്ങളൊന്ന് മടിച്ച് നിന്നാണ് വാങ്ങിക്കണോ വേണ്ടതെന്ന് വിചാരിച്ച്. അപ്പം ഇത് എടുത്തിരുന്ന ആൾ പറഞ്ഞു ഇത് വൃത്തിയാക്കേണ്ട കാര്യമൊന്നുമില്ല, അതായത് ഇങ്ങനെ തന്നെ എടുത്ത് കഴുകി എല്ലാം ചെയ്ത് നേരിട്ട് വറുത്താൽ മതി എന്നാണ് പുള്ളി പറഞ്ഞത്. പക്ഷേ നമുക്കാണെന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തെ വേസ്റ്റ് മൊത്തം എടുത്ത് കളഞ്ഞിട്ടേ നമ്മളിത് കുക്ക് ചെയ്യാറുള്ളൂ. പിന്നെ കടയിലൊക്കെ കിട്ടുന്നത് എനിക്ക് തോന്നുന്നു ഇങ്ങനെ അവരധികം ഒന്നും ഇതിൻ്റെ അകത്തെ വേസ്റ്റൊന്നും കളയുന്നില്ലെന്ന് തോന്നും. നേരെ അത് അവരൊന്ന് കഴുകി നേരിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലർക്കിത് ഷെല്ലോടെ കിട്ടാറുണ്ട്. ഷെല്ലോടെ കിട്ടിക്കഴിഞ്ഞാലും ഇത് ആദ്യം പുഴുങ്ങിയെടുക്കണം. പുഴുങ്ങിയെടുത്തതിന് ശേഷമാണ് ഇതിൻ്റെ അകത്തെ മാംസം എടുത്ത് വേവിച്ച് ഇതുപോലെ കുക്ക് ചെയ്യത്തുള്ളൂ. പിന്നെ ഇത് തോരൻ വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ. ഇത് മീൻ പീരയൊക്കെ വെക്കുന്നത് പോലെ വെക്കാനും പറ്റും കേട്ടോ. അതായത് നമ്മൾ അതിന് ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് തന്നെ മീനിന് പകരം ഇതിടുന്നതേ ഉള്ളൂ. അതുപോലെ വെച്ച് കഴിഞ്ഞാൽ ഇതിന് നല്ലൊരു ടേസ്റ്റാണ്. ഇതിപ്പം നന്നായിട്ട് വഴറ്റിയത് ശരിയായിട്ടുണ്ട്. ഇനി നമ്മളിത് വറുക്കാൻ പോവാം. അതായത് ഒത്തിരി പൊടികളൊന്നുമില്ല. നമ്മൾ വേവിക്കാൻ നേരം എന്തൊക്കെയാണോ ചേർത്തത് അതേ സെയിം സാധനങ്ങൾ തന്നെയാണ് ഇനി അടുത്തതിലോട്ടും ചേർക്കുന്നത്. അതായത് മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി, പിന്നെ മുളക് പൊടി, പിന്നെ കുറച്ച് ഉലുവാപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ മസാലപ്പൊടി നമ്മുടെ ഗരം മസാലയില്ലേ, അതാണ് ചേർക്കുന്നത്. ഇനി ഇത്രയും കൂടെ ചേർത്ത് ആ വഴറ്റി വെച്ചേക്കുന്നതെല്ലാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിലോട്ട് ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന കക്ക ഇടുക. ഇനി ഇതിൽ തന്നെ കടന്നൊന്ന് ഫ്രൈ ആയാൽ മതി. ആവശ്യത്തിനനുസരിച്ച് മാത്രം എണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി. ഇതിപ്പം എണ്ണയൊക്കെ ഒഴിച്ച് ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ തന്നെ ഇത് ഭയങ്കര ശബ്ദത്തോടെ നമ്മൾ ഈ പോപ്കോണൊക്കെ പൊട്ടിത്തെറിക്കത്തില്ലേ, അതേ സെയിം ശബ്ദത്തിൽ തന്നെ ഇതിങ്ങനെ പൊട്ടിത്തെറിക്കുക. അപ്പം തെറിച്ച് ഇങ്ങനെ വെളിയിലോട്ട് തന്നെ ഇങ്ങനെ വീഴും. അപ്പം നമ്മളിത് നന്നായിട്ട് കൂട്ടി വെച്ച് ഒരടപ്പെടുത്ത് നന്നായിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് ഇത് വറക്കാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ തെറിച്ച് എല്ലായിടത്തും പുറത്തെല്ലാം കൂടി ഇങ്ങനെ അങ്ങ് വീഴും. ഇപ്പോൾ ചേർത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വീടുകളിൽ പൊടിച്ച് അവർ കടയിൽ വിൽക്കുന്നതാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഭയങ്കര കാറ്റും മഴയുമായിരുന്നേ. ആ കണ്ടാൽ മൊത്തം ഞങ്ങളുടെ ഇവിടുത്തെ പരിസരമാണ്. ഇപ്പോൾ ഇതാ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതാ ചോറ് കഴിക്കാൻ പോവാണ്. മോരുകറിയും കക്ക ഫ്രൈയും. ഇതിലിപ്പോൾ സിമ്പിൾ കുക്കിംഗ് ആണ് കാണിച്ചത്. നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കണേ.